JEE Main Phase 1 2026 January 23rd ഷിഫ്റ്റ് 2-ലെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്നു. അതിൽ 21st ക്വസ്റ്റ്യൻ x2 plus y2 giving 2z എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ x2 and y2 are added to a 1 liter flask and it is found that the system attained the above equilibrium at T Kelvin with the number of moles x2, y2 and z 3, 3 and 9 mole respectively. ഇക്വിലിബ്രിയത്തിൽ കെമിക്കൽ ഇക്വിലിബ്രിയം എന്നുള്ള ചോദ്യമാണ് കേട്ടോ. ഇക്വിലിബ്രിയം ചാപ്റ്ററിലെ കെമിക്കൽ ഇക്വിലിബ്രിയം അണ്ടർ ദിസ് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. അപ്പം ഇത് നമ്മുടെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണിത്. തൽക്കാലം ഇവിടം വരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഇതാണ് x2 plus y2 giving 2z. ഇക്വിലിബ്രിയത്തിനകത്ത് ഇനിഷ്യൽ ഇക്വിലിബ്രിയത്തിനകത്ത് 3 mol of x2, 3 mol of y2, 9 mol of z ഉണ്ട്. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc എന്ത് വരും? Kc is going to be concentration of, ശ്രദ്ധിക്കുക, 1 ലിറ്റർ ഫ്ലാസ്കാണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട് ഡിവൈഡഡ് ബൈ വോളിയം 1 ലിറ്റർ എന്ന് വരും. സോ ദാറ്റ് മീൻസ് നമ്പർ ഓഫ് മോൾസിൻ്റെ വാല്യൂ തന്നെയായിരിക്കും കോൺസെൻട്രേഷൻ വാല്യൂ. സോ ഇറ്റ് വിൽ ബി കോൺസെൻട്രേഷൻ ഓഫ് z സ്ക്വയർ ബൈ കോൺസെൻട്രേഷൻ ഓഫ് x2 ആൻഡ് y2 എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ 9 സ്ക്വയർ ബൈ 3 × 3 എന്ന് വരും. ദാറ്റ് വിൽ ബി 9. ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ വാല്യൂ. ഇനി പറയുന്നതായിരിക്കുണ്ടോ, ഇനി നോക്കിയേ, അണ്ടർ ദിസ് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം 10 mol of z is added to the flask. എക്സ്ട്രാ 10 mol z എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. ടെമ്പറേച്ചർ സെയിം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ടെമ്പറേച്ചർ മാറുന്നില്ല എങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറില്ല. കാരണം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ ടെമ്പറേച്ചറാണ്. എന്ന് വെച്ചാൽ ഞാനിവിടെ z ആഡ് ചെയ്താലും x ആഡ് ചെയ്താലും y ആഡ് ചെയ്താലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ വിൽ ബി സെയിം. ഓക്കെ, then the number of moles of z in the flask when the new equilibrium is established. ലേശാറ്റിലെ പ്രിൻസിപ്പിൾ പ്രകാരം നമുക്കറിയാം ഇക്വിലിബ്രിയത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് അത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് പുതിയൊരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും നമുക്കറിയാം. പക്ഷേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് സെയിം ആയിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മുടെ റിയാക്ഷനിൽ 3ഉം 3ഉം 9ഉം ഉണ്ടായിരുന്ന സ്റ്റേജിൽ നിന്ന് 10 മോള് ആഡ് ചെയ്തു. ഞാൻ 10 മോള് z എക്സ്ട്രാ ആഡ് ചെയ്തു. അപ്പോൾ ആദ്യം 9 ഉണ്ടായിരുന്നു, 3, 3, 9 ആയിരുന്നു. 10 മോള് z എക്സ്ട്രാ വരുമ്പോഴത്തേക്കും now we have 19. ഇവിടെ 3ഉം 3ഉം ഇപ്പോൾ ഇക്വിലിബ്രിയം അല്ല. കാരണം 10 മോൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് നോ ലോങ്ങർ ഇക്വിലിബ്രിയം. ഇപ്പോൾ എന്ത് പറ്റും, പ്രൊഡക്റ്റ് കൂടിയില്ലേ. പ്രൊഡക്റ്റ് കൂടുമ്പോൾ റിയാക്ടൻ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് സം യൂണിറ്റ് ഓഫ് z എന്ത് ചെയ്യും, റിയാക്ട് ചെയ്ത് പോകും. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുവാണ്, 19ൽ നിന്ന് സം യൂണിറ്റ്. അപ്പോൾ ഞാനിവിടെ 2x യൂണിറ്റ് റിയാക്ട് ചെയ്ത് പോയി എഴുതുന്നു. 19ൽ നിന്ന് 2x യൂണിറ്റ് റിയാക്ട് ചെയ്ത് പോയി. നോക്കുക, ഇവിടെ 2 യൂണിറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 യൂണിറ്റ് x2 y2 അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 2x യൂണിറ്റ് റിയാക്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ x ആൻഡ് x യൂണിറ്റ് x2 ആൻഡ് y2 ഉണ്ടാവും. സോ 3ൻ്റെ കൂടെ ഒരു അഡീഷണൽ x വരും, ഈ 3ൻ്റെ കൂടെ ഒരു അഡീഷണൽ x വരും. കാരണം പ്രൊഡക്റ്റ് 10 മോൾ എക്സ്ട്രാ ആഡ് ചെയ്തു. ഇപ്പോൾ പ്രൊഡക്റ്റ് കൂടുതലാണ്, പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, റിയാക്ടൻ്റായി മാറും. ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ നടക്കും. അപ്പോൾ 19ൽ നിന്ന് കുറയും. 2 യൂണിറ്റ് റിയാക്ട് ചെയ്താൽ 1 യൂണിറ്റും ഉണ്ടാവണം. ഇപ്പോൾ 2x യൂണിറ്റ് റിയാക്ട് ചെയ്താൽ x യൂണിറ്റും അഡീഷണലി ഉണ്ടാവണം. ഇപ്പോൾ 2x യൂണിറ്റ് റിയാക്ട് ചെയ്താൽ ബാക്കി 19 - 2x ആയിരിക്കും പുതിയ ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാവുക. ഈ 3ൻ്റെ കൂടെ ഒരു എക്സും കൂടെ വരും, 3 + x ആണ് പുതിയ ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാവുക. സെയിം ഹിയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എഴുതാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എന്താ ഉണ്ടാവുക, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ഈസ് ഗോയിങ് ടു ബി കോൺസെൻട്രേഷൻ ഓഫ് z സ്ക്വയർ ബൈ കോൺസെൻട്രേഷൻ ഓഫ് x2 ആൻഡ് y2. z-ൻ്റെ കോൺസെൻട്രേഷൻ എത്ര വരിക, 19 - 2x അതിൻ്റെ ഹോൾ സ്ക്വയർ. x2ൻ്റെ കോൺസെൻട്രേഷൻ 3 + x, y2ൻ്റെതും 3 + x. ഈ വാല്യൂ 9 ആണെന്നറിയാം, കാരണം ടെമ്പറേച്ചർ മാറാത്തത്തോളം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് സെയിം തന്നെയാണ്. രണ്ട് സൈഡിനെയും റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 19 - 2x ഡിവൈഡഡ് ബൈ 3 + x ഈസ് ഈക്വൽ ടു 3 എന്ന് വരും. റീഅറേഞ്ച് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ എത്ര വരും എന്നറിയോ, വെൻ യു റീഅറേഞ്ച് ദ വാല്യൂ ഓഫ് എക്സ് വിൽ ബി 2. എക്സിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും. നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്ന് നോക്കിയേ, the number of moles of z in the flask when the new equilibrium is established. അത് എത്രയാ, 19 - 2x. ഈ വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം, 19 - 2xൻ്റെ വാല്യൂ. അപ്പോൾ 19 - 2xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 19 - 2 × 2. അപ്പോൾ 19ൽ നിന്ന് 4 കുറച്ച് എത്ര ഉണ്ടാവും, 15. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റീജർ ആൻസർ എന്ന് പറയുന്നത് 15 ആയിരിക്കും. 15 is the integer answer that you have to fill here.